ക്ലെയർ വരുന്നുണ്ട്. അവിടെ കാറിൻ്റെ അടുത്തുനിന്ന് സൂര്യൻ അടച്ചിടുന്നതായിരിക്കും. അഭിവന്യ ബർണബാസ് തിരുമേനി, ഡോക്ടർ അലക്സാണ്ടർ, ഡോക്ടർ കുഞ്ചറി ഐസക്, ഏറ്റവും ബഹുമാന്യരായ പുരോഹിതരെ, ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന മറ്റ് വ്യക്തികളെ, എക്സ്എംഐയുടെ സ്റ്റാഫ് അംഗങ്ങളെ, ഇന്നിവിടെ രാവിലെ വന്ന് I have been asked to speak on institution building. ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിനെ കുറിച്ച് മാർത്തോമാ സഭയിലെ പുരോഹിതന്മാരോട് സംസാരിക്കുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ടേക്കിംഗ് കോൾ ടു ന്യൂ കാസിൽ. കൊല്ലക്കുടിയിൽ വന്ന് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അനുഭൂതിയാണ് എനിക്കിപ്പോൾ ഉള്ളത്. കാരണം മാർത്തോമാ സഭ അതിൻ്റെ കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിലൂടെ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എണ്ണം വളരെ 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 കൂടുതലാണ്. ഞാൻ പഠിച്ച സ്കൂൾ മുതൽ ഞാൻ ഇടപെട്ട വ്യക്തികൾ മൂലം മാർത്തോമാ സഭ ഉണ്ടാക്കിയ വലിയ വലിയ സ്ഥാപനങ്ങൾ, ഇവയുമായിട്ടൊക്കെ സ്ഥിര പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് മാർത്തോമാ സഭയിലെ പുരോഹിതന്മാരോട് എങ്ങനെ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കണമെന്നോ എങ്ങനെ സ്ഥാപനങ്ങൾ നടത്തണമെന്നോ എനിക്ക് പറയുവാൻ യാതൊരു അർഹതയുമില്ല. ഞാൻ പഠിച്ച റാന്നിലെ SC സ്കൂളാണെങ്കിലും അതിൻ്റെ ശതാബ്ദിക്ക് ഞാൻ അടുത്ത കാലത്ത് പങ്കെടുത്തിരുന്നു. കോഴഞ്ചേരി സെൻറ് തോമസ് സ്കൂളിൻ്റെ ശതാബ്ദി, അതിന് 15 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പ് ക്രിസ്തോസ് തിരുമേനിയോടൊപ്പം ഞാൻ പങ്കെടുത്തിരുന്നു. ഈ അടുത്ത കാലത്ത് ഇരവിപെരൂർ പള്ളിയുടെ 125ാം വാർഷികത്തിലും ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ വളരെ ദീർഘനാൾ സമൂഹത്തിന് വലിയ വേല ചെയ്യുന്ന സ്ഥാപനങ്ങൾ വളരെ വിജയകരമായി സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണ് മാർത്തോമാ സഭ. എന്നിരുന്നാൽ ഇന്ന് നേതൃത്വത്തെക്കുറിച്ചും നേതൃത്വ പാഠവത്തെക്കുറിച്ചും ഉള്ള ഒരു ക്ലാസ് സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇവിടെ നടത്തുമ്പോൾ അവിടെ വന്ന് എൻ്റെ അനുഭവത്തിലുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒരു കേസ് സ്റ്റഡി എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ പറയണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ അതിനായിട്ട് മുതിരുകയാണ്. ഞാനിപ്പോൾ തിരുവല്ലയിലുള്ള പുഷ്പഗിരി മെഡിക്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനം യഥാർത്ഥത്തിൽ വലിയൊരു അത്ഭുതമാണ് എന്നാണ് ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. കാരണം പലപ്പോഴും നമ്മൾ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിലുള്ള ചോദ്യം എന്താണ്? ഞാൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇങ്ങനെ പണം ഇങ്ങോട്ട് കിട്ടിയാൽ മതി, ഞാൻ ഇങ്ങോട്ട് ചെയ്യാം എന്നുള്ളതാണ്. ആ പണത്തിൻ്റെ അഭാവമാണ് നമ്മുടെ സ്ഥാപന സൃഷ്ടിയിൽ നിന്ന് നമ്മളെ പിന്നോട്ട് നയിക്കുന്നത്, നമുക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പെരുമ്പാവൂരുള്ള ആശ്രം സ്കൂളാണെങ്കിലും ഉള്ള കീഴിലം സ്കൂളാണെങ്കിലും അതിൻ്റെ ആരംഭകാല ചരിത്രം പരിശോധിച്ചാൽ ഈ പണം ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സമീപകാലത്ത് 21ാം നൂറ്റാണ്ടിൽ പണമില്ലാതെ മുമ്പോട്ട് വന്ന ഒരു സ്ഥാപനമാണ് ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡെൻ്റൽ കോളേജ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫാർമസി കോളേജ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ. ഈ സ്ഥാപനങ്ങൾ 2001 ആരംഭിക്കുമ്പോൾ കേരള സർക്കാർ സ്വാശ്രയ രംഗത്തേക്ക് സ്വകാര്യ വ്യക്തികളെ അനുവദിക്കും എന്നുള്ള ഒരു പോളിസി ചേഞ്ച് AK ആൻ്റണി സർക്കാരിൻ്റെ കാലത്തുണ്ടായപ്പോൾ ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമായിരിക്കുമ്പോൾ ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് നടത്തുന്നതിന് 100 കണക്കിന് കോടി രൂപ ആവശ്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അതിന് ആഗ്രഹവും താല്പര്യമുള്ളവരെ തുറച്ചു നോക്കിയപ്പോൾ ധൈര്യപൂർവം ഈ രംഗത്തേക്ക് കടന്നു വന്നതാണ് അന്നത്തെ പുഷ്പഗിരി ഹോസ്പിറ്റൽ. ഒരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു. ആ ചെറിയ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് ബഹുമാനപ്പെട്ട കാക്കനാട് അച്ഛൻ്റെയും അദ്ദേഹം തിരുമേനിയാണിപ്പോൾ, അതുപോലെ ഇന്നിവിടെ
മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്ന ബാബ തിരുമേനിയുടെയും ഒക്കെ അന്ന് അദ്ദേഹം ഒരു കൊച്ചു തിരുമേനിയാണ് ഒക്കെ നേതൃത്വത്തിൽ ഈ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ അതിന് ഞാനിത് ഇവിടെ പറയുന്നത് ഇനിയും സഭയുടെ രഹസ്യം വെളിപ്പെടുത്താമെന്ന് പറഞ്ഞിവിടെ ഒരു പൈസ പോലും ആർച്ച് ഡയസിസിൽ നിന്ന് ഇതിനു വേണ്ടി കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അവിടെ ഉണ്ടായിരുന്ന 28 ഏക്കർ സ്ഥലവും ആ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജിനായിട്ട് മാറ്റിവെച്ചു. പക്ഷേ അതിനുശേഷം ഒരു കർമ്മ പരിപാടി ഉണ്ടാക്കി വളരെ വലിയ രീതിയിൽ കടമെടുത്താണ് ഈ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. അതിനുവേണ്ടി വളരെയധികം അച്ഛന്മാർ ത്യാഗപൂർണമായ സേവനം, അച്ഛന്മാരുടെ എല്ലാ സേവനങ്ങളും ഫ്രീ ആണ്, അവരാരും ശമ്പളം വാങ്ങിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അവരുടെ ത്യാഗപൂർണമായ സേവനം, അതുപോലെ നിരവധി വ്യക്തികളെ ആ പ്രസ്ഥാനവുമായിട്ട് സഹകരിപ്പിക്കാൻ അവർക്കുണ്ടായ കഴിവ്, ഈ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിനെക്കുറിച്ചും ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ സ്ഥാപനങ്ങളെക്കുറിച്ചും അവർക്കുണ്ടായിരുന്ന ദർശനം, ആ ദർശനത്തിൽ അവരെ സഹായിക്കുവാൻ മുമ്പോട്ട് വന്ന നിരവധി വ്യക്തികൾ, അവരുടെ എല്ലാം പരിശ്രമ ഫലമായിട്ട് കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് അവർക്കുണ്ടായിരുന്ന അസറ്റ്, അതിൻ്റെ ദി അസറ്റ് വാല്യൂ, ദിസ് വാട്ട് ഐ എം ട്രൈങ് ടു സ്ട്രെസ്, ദി അസറ്റ് വാല്യൂ ആഡഡ് between 2001 and 2020 in the last 2 decades is currently worth more than 1,000 crores. ഈ 1000 കോടിക്ക് ഉണ്ടായിരുന്ന ആദ്യം എടുത്ത ഒരു 10 കോടി രൂപ കടം 2001 ഏതോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നെടുത്ത 10 കോടി കടമെടുത്തിട്ടാണ് സംഗതി ആരംഭിക്കുന്നത്. ഇന്നും പുഷ്പഗിരി സൊസൈറ്റിക്ക് ധാരാളം കടമുണ്ട്. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് 1000 കോടി രൂപയുടെ സമാനമായിട്ടുള്ള അസറ്റ് വർദ്ധിപ്പിച്ചെടുക്കാനും 10,000 ആളുകൾക്ക് ശുശ്രൂഷ നൽകുവാനും 100 മെഡിക്കൽ വിദ്യാർത്ഥികളെയും 100 നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ബിഫാം ഡെൻ്റൽ കോളേജ് വിദ്യാർത്ഥികളെയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടി ഈ സ്ഥാപനത്തിന് സാധിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിനകത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നും ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ഈ കേരളത്തിൽ ഏറ്റവും കുറച്ച് ഫീസ് ചാർജ് ചെയ്യുന്ന ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ് പുഷ്പഗിരി. ഞങ്ങളെക്കാൾ കുറച്ച് ഫീസ് ചാർജ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജും സ്വകാര്യ രംഗത്ത് കേരളത്തിലില്ല. അതും എല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പോൾ ഏറ്റവും കുറച്ച ചെലവിൽ ഏറ്റവും നല്ല രീതിയിലുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുന്നതിന് ഈ സ്ഥാപനത്തിന് നൽകുന്നുണ്ട്. അവിടുത്തെ പ്രൊഫസർമാരാണെങ്കിലും വെല്ലൂരിൽ നിന്നും കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ഏറ്റവും പ്രഗത്ഭരായ സ്റ്റാഫ് അംഗങ്ങളെ വെച്ച് വളരെ നല്ല അച്ചടക്കത്തോടുകൂടി നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനും മെഡിക്കൽ കോളേജിനും അനുവായിട്ടുള്ള ബന്ധപ്പെട്ട ഡെൻ്റൽ കോളേജിനും ഒക്കെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പം വലിയ ദർശനത്തോടുകൂടി സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കുക, സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, വളർത്തുക, അത് നല്ല സേവനം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തെ മുൻനിർത്തി നിരവധി ആളുകൾ വളരെ കഴിവുള്ള, വളരെ ത്യാഗബുദ്ധിയുള്ള, വളരെ സമർപ്പണബോധമുള്ള ആളുകളും അവരുമായി സഹകരിച്ച ആളുകളോടും കൂടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് പുഷ്പഗിരി മെഡിക്കൽ സൊസൈറ്റി. ഞാൻ അതിനെ സംബന്ധിച്ച് പലപ്പോഴും അതിനെ ഒരു അത്ഭുതം എന്നുള്ള നിലയിലാണ് ഞാനതിനെ കാണുന്നത്. പക്ഷേ ഈ സൊസൈറ്റിക്ക് ചില വിഷമങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം സ്വാശ്രയ പ്രസ്ഥാനത്തെന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ള, മൗലികമായ തെറ്റാണെന്നും അത് പ്രതിദാനം ചെയ്യുന്നത് മുതലാളിത്ത താല്പര്യങ്ങളാണെന്നും അത് വന്നാൽ രാജ്യം നശിച്ചു പോകുമെന്നും ഒക്കെ പറഞ്ഞുള്ള പ്രചരണം വളരെ കലശലായിട്ടുണ്ടായപ്പോൾ ആ പ്രചരണത്തിൻ്റെ മുൾമുന കൊണ്ടു ചെന്നത് ഈ പുഷ്പഗിരി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലായിരുന്നു. പുഷ്പഗിരി ഒരു 2 കൊല്ലത്തോളവും വളരെ ഇറ്റ് ബിക്കെയിം ദി പോയിന്റ്, റെപ്രസെൻറ്റേഷണൽ പോയിന്റ് ഓഫ് ദി ഈവിൾ എംപയർ. അങ്ങനെയായിരുന്നു. ഒരു ദുർസാമ്രാജ്യത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെ പുഷ്പഗിരിയെ കണ്ട നാളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ കേരളം മുഴുവൻ എതിർത്ത ആ വലിയ എതിർപ്പിനെ നേരിടാനും ആ എതിർപ്പിനെ നേരിടാൻ വേണ്ടി ബാബ തിരുമേനിയൊക്കെ വഹിച്ച പങ്ക് അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. സമരം നടക്കുന്ന പന്തലിലേക്ക് തന്നെ തിരുമേനി കടന്നു ചെന്ന് സമരക്കാരോട് എന്താണ് ആവശ്യമെന്ന് ചോദിച്ച സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ എതിർപ്പുകളെ അതിജീവിച്ചാണ് തോന്നുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് സംബന്ധിച്ച് ഈ നമ്മൾ വലിയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെ ചില അടിസ്ഥാനപരമായ ഘടകങ്ങൾ കൂടി നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം വളരുന്നതനുസരിച്ച്
ചില കഷ്ടപ്പാടുകളും നമുക്ക് ഒഴിവാക്കാവുന്ന ചില കഷ്ടപ്പാടുകളും ഉണ്ടാകും എന്നുള്ള ഒരു പാഠം കൂടി പുഷ്പഗിരിയെ സംബന്ധിച്ച് ഉണ്ട്. അങ്ങനെ ചില വിഷമങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകേണ്ടി വന്നതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കാൻ സംഗതിയായതും. അല്ലെങ്കിൽ I would, as a retired DGP, I would never be standing before you, taking you a class on institutional leadership or institutional matters. Now, what happened? അതായത് ഞാനീ പറഞ്ഞതുപോലെ വളരെ അതിഗംഭീരമായിട്ടുള്ള ഒരു വളർച്ച. അപ്പോൾ മൊത്തമേലെ അച്ഛന്മാർക്ക് എല്ലാവർക്കും തിരുവല്ല സുപരിചിതമാണ്. അപ്പം വളരെ അതിഗംഭീരമായ അസൂയാർഹം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വളർച്ചയാണ്, വളരെ ദൃശ്യമായ അനുഭവമായിട്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ പുഷ്പഗിരിയെ സംബന്ധിച്ച് ഉണ്ടായത്. പക്ഷേ ഈ വലിയ വളർച്ച ഉണ്ടാകുമ്പോൾ ആ വളർച്ച നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ സാധിക്കണം. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ ഇൻ മാനേജ്മെൻറ്റ്. Alexander the Great, he conquered all the nations from Macedon to Punjab. Between Punjab and Macedonia, nothing stood in the way of Alexander. But he could not leave behind an empire. ആക്രമിച്ച് കീഴടക്കാനും വലിയ 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 മേഖലയിലേക്ക് കടന്നു ചെല്ലാനും ഒക്കെ ചിലപ്പോൾ വളരെ ധിഷണാശാലികളും ധൈര്യശാലികളും ദർശനമുള്ളമായ ആളുകൾക്ക് സാധിക്കും. പക്ഷേ അതിന് അനുബന്ധമായിട്ട് വളരെ ശക്തിയുള്ള ചില സ്റ്റെബിലൈസിങ് ഘടകങ്ങൾ, ഗവർണൻസ് ഘടകങ്ങൾ, നിയന്ത്രണ ഘടകങ്ങൾ നമുക്ക് ഉൾക്കൊണ്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അലക്സാണ്ടർക്ക് പോലും സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ സാമ്രാജ്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഡോക്ടർ അലക്സാണ്ടറെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അലക്സാണ്ടർ ദി ഗ്രേറ്റിന് പോലും അത് സാധിച്ചില്ല എന്നുള്ള ഒരു ചരിത്രപരമായ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ പുഷ്പഗിരിയിൽ നമ്മളെന്താണ് ചെയ്തത്? നമുക്ക് സ്വന്തം ക്യാപിറ്റൽ ഇല്ലായിരുന്നപ്പോൾ നമ്മൾ ലോൺ എടുക്കുക, ബിൽഡ് ചെയ്യുക. ബിൽഡ് ചെയ്യുമ്പോൾ ഇൻകം ഉണ്ടാകുക, ഇൻകം കൊണ്ട് ലോൺ അടച്ചു തീർക്കുക, പിന്നെയും ലോൺ എടുക്കുക. ഇങ്ങനെ ലോൺ എടുത്ത് വളരെ ഭീമമായ ഒരു വളർച്ച നമുക്കുണ്ടാകുകയും ശുശ്രൂഷയുടെ പുതിയ മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും ചെയ്തു. പക്ഷെ ഒരു സ്റ്റേജ് ആകുമ്പോൾ എല്ലാ വളർച്ചയ്ക്കും ഒരു പരിധിയുണ്ട്. വളർച്ചയ്ക്കൊരു പരിധിയുണ്ട്, വളരാവുന്നതിനൊരു പരിധിയുണ്ട്. ഞാനിപ്പോൾ എത്ര ആഹാരം കഴിച്ചാലും എൻ്റെ ഹൈറ്റിന് ഒട്ടും കൂടാൻ പോകുന്നില്ല. വണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, പക്ഷേ ഹൈറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ആ രീതിയിൽ വളർച്ചയ്ക്കൊരു ന്യായമായ പരിധി ഉണ്ടാകുമ്പോൾ കൂടുതൽ ലോൺ എടുത്താലും കൂടുതൽ ഇൻകം ഉണ്ടാകാത്ത ഒരു സ്ഥിതിയിലേക്ക് ഒരു സ്ഥാപനം ചിലപ്പോൾ ചെന്നെത്തും. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ഇൻസ്റ്റിറ്റ്യൂഷണൽ ചെക്സ് ആൻഡ് ബാലൻസസ്. പിന്നീട് വേറൊരു പ്രധാന കാര്യം, അതിൻ്റെ മാനേജ്മെൻറ്റ് രീതിയാണ്. മാനേജ്മെൻറ്റ് രീതി ഇത് പല ക്രൈസ്തവ സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംഗതി ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചെറിയ സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്നത് പോലെ വലിയ സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. There is a lot of qualitative change between the management of small units and the management of extremely large units. When you expand a unit into a very extremely large unit consisting of 3,000 staff, 2,000 students, almost 200 crores worth of business, 1,000 crores, 100 crores in salaries every year, that level if you build up an organization, then totally centralized control becomes impossible in that organization. So a new style of management has to be deliberately inculcated, deliberately cultivated and encouraged. If a small institution becomes a big one and wants to sustain itself in the long run and further advance. അപ്പോൾ സംഭവിച്ച് നമുക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞു. നമ്മളിപ്പോൾ അമ്മാനം ആടുക, ഒരു നാരങ്ങായിട്ട് എനിക്കും പറ്റും, 2 നാരങ്ങ ഇടാൻ എനിക്ക് പറ്റില്ല. പക്ഷേ നമ്മുടെ മുതുകാടാണെങ്കിൽ 10 നാരങ്ങ വരെ മുതുകാട് ഒരുമിച്ച് കൈകാര്യം ചെയ്യും. പക്ഷെ 10 കഴിഞ്ഞാൽ അത് മുതുകാടിനും പറ്റില്ല. സോ as the organization becomes large, as your number of staff increases, as the number of financial transactions increase, it becomes very difficult for one person to know everything, order everything, control everything, settle everything. ഇതെല്ലാം വലിയ പ്രയാസമാണ്. അപ്പം വളരെ സൂട്ടബിളായിട്ടുള്ള വേറൊരു മാനേജ്മെൻറ്റ് രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ in a transition from a small institution to a big institution you can manage matters.
അത് വളരെ വളരെ ഒരു I'm sorry about this. അത് വളരെ പ്രയാസപ്പെട്ട, നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ ഒറ്റയാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ എറ്റ്സെട്ര must come into the style of management when the organization expands. Then when you are taking loans, ഇതെല്ലാം നിങ്ങൾ ഏത് സ്ഥാപനം നടത്തിയാലും കടമെടുക്കാതെ സ്ഥാപനം നടത്താൻ പറ്റില്ല. ഇപ്പോൾ കിഫ്ബി രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ കടമെടുത്തേ പറ്റുള്ളൂ. പക്ഷേ ഇതിനൊരു ചെക്ക് നമ്മൾ ഉണ്ടോയെന്ന് എപ്പോഴും നോക്കണം. നമ്മൾ ഓരോ വർഷം ഉണ്ടാക്കുന്ന പ്രവർത്തന ലാഭം, ദി ഓപ്പറേഷണൽ പ്രോഫിറ്റ് ദാറ്റ് വി ജനറേറ്റ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് സാലറിയും ഇലക്ട്രിസിറ്റി ബില്ലും എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു മീതിയുണ്ട്. ആ സർപ്ലസ് കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന പലിശ ബാധ്യതയും തിരിച്ചടവ് ബാധ്യതയും നമുക്കുണ്ടാകാവും. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ കടമെടുത്ത് വലിയ വലിയ കെട്ടിടങ്ങളും റോഡ് പണികളും തോട്ടങ്ങളും ഇരിപ്പിടങ്ങളും എയർ കണ്ടീഷൻഡ് മുറികളും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതൊക്കെ ആളുകൾ വന്ന് വാടകയ്ക്കെടുത്ത് അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. ആ വരുമാനത്തിൽ നമുക്ക് ഇതെല്ലാം തിരിച്ചടയ്ക്കാമെന്നുള്ള ശുഭപ്രതീക്ഷയിലായിരിക്കും ഇതെല്ലാം തുടങ്ങുന്നത്. പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, അൺലെസ് യു വാച്ച് ഇറ്റ് വെരി ക്ലോസ്ലി, ദർ വിൽ ബി സം സ്റ്റേജ് അറ്റ് വിച്ച് യുവർ ലോൺ സർവീസിംഗ് ബർഡൻ will exceed the surplus that you generate. Pushpagiri in its long history has always created a surplus. Till this day, it has created a surplus. But at some point in its evolution, we reached a stage at which the surplus that we generate was not adequate to cover the loan servicing that we were compelled to do. അപ്പോൾ ഇത് തമ്മിൽ വലിയ ഒരു പ്രതിബന്ധമാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈല് മാറ്റണം എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അത് ഞാനവിടെ ചെന്നപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക്, ഈ തിരിച്ചടവിന് സ്ഥാപനം ലാഭകരമായിട്ട് പ്രവർത്തിക്കുകയും എങ്കിലും നമുക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമസന്ധിയിലേക്ക് വരികയും അങ്ങനെയാണ് ബാബ തിരുമേനിയും കുർലോസ് തിരുമേനിയും എന്നോടവിടെ പോകാൻ പറയാനിടയായത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം, അപ്പം ഉദാഹരണത്തിന് ഒരു അക്സെപ്റ്റബിലിറ്റി പ്രശ്നം എന്താണ്, ഞാനൊരു പോലീസുകാരനാണ്. ഈ പോലീസുകാരൻ അവിടെ ചെന്ന് ഡോക്ടർമാരുടെ ഇടയിൽ ചെന്ന് അതൊക്കെ പറഞ്ഞാൽ ആദ്യം പറയാൻ പോകുന്ന എവനെന്തോന്ന് ലാത്തി അല്ല സ്റ്റെതസ്കോപ്പ് എന്നൊക്കെ പറയുന്ന പല ഡയലോഗുകൾ ആളുകൾക്കുണ്ടാകാം. അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകളിലേക്കൊന്നും കിടക്കാതെ അവിടുത്തെ മാനേജ്മെൻറ്റ് ഇഷ്യൂസിൽ മാത്രം അച്ഛന്മാരുമായിട്ട് ചർച്ച ചെയ്തും അതെല്ലാം പഠിച്ചും ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങളും പഠിച്ച് പല കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കി. അതിൻ്റെ ഫലമായിട്ട് ഈ സ്ഥിതിക്ക് ഞാൻ സംസാരിക്കുന്ന ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് 17 കോടി രൂപ വരുമാനവും 15 കോടി രൂപ മാത്രം ചെലവും മാത്രമുള്ളൊരു സ്ഥിതിയിലേക്ക് കഴിഞ്ഞ മാസം നമ്മളായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ 3-4 വർഷത്തെ പ്രയത്ന ഫലമായിട്ട് അച്ഛന്മാരുമായിട്ടുള്ള യോജിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നല്ല ഫലമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുമായിട്ടുള്ള പല കാര്യങ്ങളും ഹോസ്പിറ്റൽ സ്പെസിഫിക് ആണ്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം പൊതു സാങ്കത്യമുള്ളതും ഏത് സംഘടനയ്ക്കും ഏത് സംഘടനയുടെ നേതൃത്വത്തിനും അത് നയിക്കുന്ന ആളുകൾക്കും വളരെ വളരെ പ്രധാനപ്പെട്ടതുമെന്ന് എനിക്ക് തോന്നുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ. ഇത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പഠിച്ചതാണ്, ഞാൻ കണ്ടുപിടിച്ചതല്ല. ഞാനും അവിടുത്തെ അച്ഛന്മാരും കൂടി യോജിച്ച് കാര്യങ്ങൾ പഠിച്ച് ആ പഠിത്തത്തിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചതും അതുമൂലം വരുത്തിയതുമായിട്ടുള്ള ചില വ്യത്യാസങ്ങളാണ്. The first decision that we made was that ഇതൊരു ക്രൈസ്തവ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനൊരു ദർശനമുണ്ട്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് നമ്മുടെ ക്രിസ്ത്യൻ ഡ്യൂട്ടിയാണ്. സോ എന്തെല്ലാം സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വി വിൽ നോട്ട് ഡീവിയേറ്റ് ഫ്രം ദറ്റ് ബേസിക് ക്രിസ്ത്യൻ ഡ്യൂട്ടി. ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണെങ്കിൽ നേരെ തിരിച്ച് ചെയ്യാം. നമുക്ക് ലാഭനഷ്ട കണക്കെല്ലാം കൂടെ നോക്കി രോഗികളിൽ നിന്ന് ഇത്ര ചാർജ് ചെയ്താലേ ഇത് മുതലാവുള്ളൂ, അതുകൊണ്ട് രോഗിക്ക് ഇഷ്ടം പോലെ ചാർജ് ചെയ്യുക. അപ്പോൾ വിഷമസന്ധിയിലായെങ്കിൽ രോഗികളിൽ നിന്ന് മാക്സിമം പിഴിഞ്ഞ് ഈടാക്കുക എന്നുള്ളൊരു പോളിസിയിലേക്ക് പോയി ഒരു സാമ്പത്തിക പ്രശ്നം സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഞങ്ങൾ ആ റൂട്ട് ഞങ്ങളങ്ങ് അടച്ചിട്ട് പറഞ്ഞു നമുക്ക് നേരെ തിരിച്ച് ചെയ്യാം.
കഴിയുന്നിടത്തോളം പാവപ്പെട്ട രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ രോഗചികിത്സ നടത്താൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് 2017 ഫെബ്രുവരിയിൽ തന്നെ വലിയ മെത്രാപ്പൊലീത്ത ക്രിസോസ്റ്റം തിരുമേനിയെ കൊണ്ട് ക്ലിമീസ് ബാവ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ക്രിസോസ്റ്റം തിരുമേനിയെ കൊണ്ട് ഞങ്ങൾ വലിയ ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു ഡിസ്കൗണ്ട് സ്കീം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആരംഭിക്കുകയും ഇപ്പോൾ തന്നെ 30,000-ഓളം പേര് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ആ ഹോസ്പിറ്റൽ ഒരു ചികിത്സാ കേന്ദ്രമാണെന്നുള്ളതും ഒരു അഫോർഡബിൾ ചികിത്സ അവിടെ ലഭിക്കുമെന്നുള്ളതുമായിട്ടുള്ള ഒരു സന്ദേശം ആ ഹോസ്പിറ്റൽ അധിവസിക്കുന്ന പ്രദേശത്ത് വളരെ ശക്തിയായിട്ട് കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ആ സ്കീമുകൾ ഈ കോവിഡ് കാലത്ത് പോലും ഞങ്ങൾ തുടരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും അത് കോവിഡ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അത് വളരെ ശക്തിയായിട്ട് പുനരാരംഭിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ബഹുജനങ്ങളുമായിട്ടുള്ള നമ്മൾ ഏത് ആദർശത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുന്നോ ആ ആദർശവുമായിട്ട് ഐക്യപ്പെട്ട് അതുമായിട്ട് താതാത്മ്യപ്പെട്ട് അതിന് അനുരൂപപ്പെട്ട രീതിയിൽ നമ്മുടെ സാമ്പത്തിക പ്രവർത്തന ശൈലി രൂപപ്പെടുത്തുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഐഡിയലിന് വിരുദ്ധമായിട്ട് നമ്മുടെ സാമ്പത്തിക പോളിസി കൊണ്ടുപോയാൽ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മുടെ നിലനിൽപ്പ് കഠിനമാകും. കാരണം ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ നടത്താൻ അച്ഛന്മാർ വേണ്ട, ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ നടത്താൻ രൂപത വേണ്ട, ബിഷപ്പ് വേണ്ട. ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ നടത്താൻ വേണ്ടി ധാരാളം കഴിവുള്ള ആളുകൾ ഈ ലോകത്ത് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ വലിയ പണക്കാർക്ക് നടത്താവുന്ന കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ നടത്താൻ വേണ്ടി നമ്മളും കൂടെ അങ്ങോട്ട് കടന്നു എന്ന് പരിശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. യഥാർത്ഥ ആവശ്യമുള്ളത് പാവപ്പെട്ടവരും സാധാരണക്കാരും ഇടത്തരക്കാരുമായ ആളുകൾക്ക് ഏറ്റവും നല്ല നിലയിലുള്ള ചികിത്സ നടത്താനുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ നാടിന് ആവശ്യം. അതാണ് അവർ ക്രിസ്ത്യൻ ഡ്യൂട്ടി. സോ വിൽ ഹോൾഡ് ഓൺ ടു ദാറ്റ്. ഫസ്റ്റ് തിങ്, ഇത് കുറച്ച് ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾ സദയം ക്ഷമിക്കണം. ഇതിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അപകടം നമ്മളെല്ലാ സ്ഥാപനങ്ങളും നടത്തുമ്പോൾ നമ്മൾ സാധാരണ അച്ഛന്മാരെക്കുറിച്ചും ക്രൈസ്തവ സ്ഥാപനങ്ങളെക്കുറിച്ചും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, അവരെന്ത് കിട്ടിയാലും കാശ് കൈ കിട്ടിയാൽ ഉടനെ ഒരു കെട്ടിടം പണിഞ്ഞു കളയും. കാശ് കൈ കിട്ടിയാൽ ഉടനെ തന്നെ ഒരു കെട്ടിടം പണിയും. അത് നമ്മളിങ്ങനെ പള്ളികൾ പണിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഒരു വൈദഗ്ധ്യം കൊണ്ടാണ് നമ്മളിതിന് വേണ്ടി മുതിരുന്നതെന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അപ്പം ഫസ്റ്റ് തിങ് ഐ ഡിസ്കവേർഡ് ഈസ് ദാറ്റ് for any business enterprise, a hospital is basically a business enterprise. For a business enterprise to succeed, there has to be a balance between fixed assets and liquid assets. If you manage your finances in such a way that you are not left with sufficient liquid assets to manage your supplies, മരുന്ന് വാങ്ങിക്കണം, ഓപ്പറേഷൻ നടത്തണം, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, ശമ്പളം കൊടുക്കണം, ഇതെല്ലാം ലിക്വിഡ് അസറ്റ്സ് ആണ്. അപ്പോൾ ഒരു 3 മാസത്തെ ലിക്വിഡ് അസറ്റ്സ് നമ്മുടെ കയ്യിലില്ലാത്ത സമയത്ത് നമ്മളവിടെ വലിയ ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറയിട്ട് അത് പണിയാൻ ആരംഭിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും കുഴപ്പത്തിലേക്ക്, സാമ്പത്തിക പ്രയാസത്തിലേക്ക് ചെന്ന് ചാടും. അതിന് വലിയൊരു എക്സാമ്പിളുണ്ട്. നമ്മുടെ റിച്ചസ് ഡോണ്ട് ആഡ് ടു ഫൈനാൻഷ്യൽ കംഫർട്ട്. നമ്മുടെ അടുത്ത് തന്നെ 10 കിലോമീറ്റർ അകലെ പത്മനാഭസ്വാമി ടെമ്പിളുണ്ട്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ ട്രഷറുള്ള ടെമ്പിളാണ്. ഏറ്റവും റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ ദി വേൾഡ് ഈസ് ദി പത്മനാഭസ്വാമി ടെമ്പിൾ. പക്ഷേ അവർക്ക് അവരുടെ കെട്ടിട വാടക അടയ്ക്കാൻ പോലുമുള്ള, ഇപ്പം ഈയിടെ പത്രത്തിൽ വന്നിരുന്നു, അവിടെ കെട്ടിട വാടക അടയ്ക്കാൻ പോലുമുള്ള പണം അവരുടെ കയ്യിൽ ഇല്ല. സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനുള്ള പൈസ അവരുടെ കയ്യിലില്ല. ഈ ഒരു സ്ഥിതി ഉണ്ടാവും. ഇത് പണ്ട് മിദാസ് രാജാവിനെ കുറിച്ച് പറഞ്ഞ പോലെ മിദാസ് തൊടുന്നതെല്ലാം സ്വർണ്ണമാവും. അപ്പോൾ എന്തുകൊണ്ട് പുള്ളിക്ക് ആപ്പിൾ പോലും കഴിക്കാൻ പറ്റില്ല, ആപ്പിളും അങ്ങ് സ്വർണം ആയിപ്പോവും. അപ്പോൾ നമുക്ക് കൈ കിട്ടുന്ന കാശ് മുഴുവൻ നമ്മൾ കെട്ടിടം പണിയാനും സ്ഥലം വാങ്ങിക്കാനും വേണ്ടി നമ്മൾ വിനിയോഗിച്ചാൽ അവസാനം നമ്മുടെ കയ്യിൽ ആഹാരം കഴിക്കാനും ശമ്പളം കൊടുക്കാനും മരുന്ന് വാങ്ങാനും പണമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറും. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഇഫ് യു ആർ എ ലീഡർ, യു മസ്റ്റ് ബി റെസ്പോൺസിബിൾ ഫോർ ദ പീപ്പിൾ യു എംപ്ലോയ്, for the services that you run. And therefore, you must never, when you set your financial targets and financial priorities and financial expenditure, you must keep those people, those salary commitments, those supply commitments, all those you must be able to keep in your mind. What can be briefly stated is that there has to be a balance between the development of a fixed asset and a liquid asset. പിന്നീട് വേറൊന്ന്, അച്ഛന്മാരായതുകൊണ്ട് അച്ഛന്മാരെല്ലാവരും ബൈബിൾ അനുസരിച്ചാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ
ഒരു കഥയുണ്ട്. അത് ലോകത്തിൽ നടപ്പാകുന്നത് ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ മാത്രമാണ് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചു, 9 മണിക്ക് കുറച്ച് പേരെ വിളിച്ചു, 9 മണിക്ക് കുറച്ച് പേരെ വിളിച്ചു, 12 മണിക്ക് വിളിച്ചു, 4 മണിക്കും വിളിച്ചു, 6 മണിയായപ്പോൾ യജമാനൻ ശമ്പളം കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ, റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ക്ഷമിക്കണം, പക്ഷേ നമ്മുടെ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ എന്ത് ചെയ്യും? വൈകുന്നേരം എല്ലാവർക്കും ഒരുപോലെ ശമ്പളം. ഇതാണ് one of the lessons of modern management is that the biggest losses, my friend Mr. Tony Thomas, he was the CEO of Nissan, he was telling me last month only, one of the biggest losses in any corporation is not any trading loss or any manufacturing loss. It is the loss of time, loss of employee time, staff time nashtapadunnu. If you are paying for 100 hours of staff time, usually you will get only 20 to 30 hours of staff time for the productive use of the organization. ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരു വലിയ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ സ്ഥാപനം എല്ലാവരുടെയായിട്ട് പോകുമ്പം, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അച്ഛന്മാരിങ്ങനെ നടന്നു പോയി മൂലിക അവൻ ജോലി ചെയ്യുന്നുണ്ട്, അവൻ ജോലി ചെയ്യുന്നുണ്ട്, നോക്കി നടന്ന് എല്ലാവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാകും. ബട്ട് വാട്ട് ഹാപ്പൻസ് വെൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ബിക്കംസ് ലാർജ്? വെൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ബിക്കംസ് ലാർജ്, ദ പേഴ്സണൽ സൂപ്പർവിഷൻ ഈസ് impossible. And therefore people relax. And nobody knows whether anybody has got adequate work or not. ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ 11 എക്സ്റേ മെഷീൻ ഉണ്ട്. ഈ 11 എക്സ്റേ മെഷീനിലും ആഡക്വേറ്റ് വർക്കുണ്ടോ? 11 മെഷീനിലായിട്ട് 22 എക്സ്റേ ടെക്നീഷ്യൻസ് ഉണ്ട്. ഒരാൾ എത്ര ദിവസം എത്ര എക്സ്റേ എടുക്കുന്നു, ഒരാൾക്ക് ആകെ എത്ര എക്സ്റേ എടുക്കാം, ഇതിനെ സംബന്ധിച്ചുള്ള കണക്കങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ആവശ്യത്തിന് എക്സ്റേ മെഷീനുണ്ട്. ഇപ്പോൾ എക്സ്റേ മെഷീൻ്റെ എത്ര ഉണ്ടെന്നുള്ള ഒന്ന് മോണിറ്റർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? അവർ സ്റ്റാഫ് will be paying for staff who do not have adequate work. അപ്പോൾ അതിനുവേണ്ടി this is impossible. 10,000 സ്റ്റാഫുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾക്കാണ് 26 USG മെഷീനുണ്ട്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വെന്റിലേറ്ററുള്ള ആശുപത്രി പുഷ്പഗിരിയാണ്. 2 CT സ്കാൻ മെഷീനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത്ര വിഭവശേഷിയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ എന്തുമാത്രം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക എന്നുള്ളതിന്, so you have to use some new kind of technology. മാനുഷികമായിട്ട് സാധിക്കാത്തൊരു സംഗതിക്ക് നമ്മുടെ വർക്ക് ഇവാലുവേഷന് വേണ്ടിയും വർക്ക് മോണിറ്ററിങ്ങിന് വേണ്ടിയും ഡിജിറ്റൽ ടെക്നോളജി ഈസ് പോസിബിൾ. എനിക്കിവിടെ ഇരുന്നുകൊണ്ട് സാധിക്കാം. എക്സ്റേ മെഷീനിൽ ഏത് എക്സ്റേ മെഷീനിലാണ് ഒരു പണിയും ഇല്ലാത്തത്, ഏത് ICU ബെഡാണ് വേക്കൻ്റ് ആയിരിക്കുന്നത്. ഇപ്പോഴും ഞാനിപ്പോൾ ഈ ഫോണിൽ തന്നെ, ഞാനിപ്പോൾ ഇത് പ്ലെയിൻ മോഡിലാണ്, അല്ലെങ്കിൽ ഇത് എയർപ്ലെയിൻ മോഡിൽ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പുഷ്പഗിരിയിലെ ഏത് ICUവിൽ ഏത് ബെഡ് വേക്കൻ്റ് ആണ് എന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാം. സോ അങ്ങനെ യു യൂസ് മോഡേൺ ടെക്നോളജി ടു സോൾവ് ദിസ് ബിഗ് പ്രോബ്ലം. അപ്പോൾ അങ്ങനെ മാൻ പവർ യൂട്ടിലൈസേഷൻ, ദ മാൻ പവർ ദാറ്റ് യു പേ ഫോർ, വെദർ ദ മാൻ പവർ ഈസ് ബീങ് ആക്ച്വലി യൂട്ടിലൈസ്ഡ് ഫോർ ദി ഓർഗനൈസേഷണൽ ടാസ്ക് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. തേർഡ് തിങ്, മൂന്നാമത്തെ കാര്യം, അതിന് ഞാൻ ബൈബിളിലെ ഒരു കാര്യം പറയാം. യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നൊരു ഉപമയുണ്ട്. യജമാനൻ വന്ന് നോക്കി, 3 കൊല്ലമായി ഞാൻ ഈ അത്തി വെച്ചിട്ട് 3 കൊല്ലമായിട്ട് യാതൊരു ഫലവും തരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു, നീ 1 കൊല്ലം കൂടി ഇത് നോക്കുക, 1 കൊല്ലം കൂടെ കഴിഞ്ഞില്ലെങ്കിൽ അവനെ വെട്ടിക്കളഞ്ഞേക്കുക. അപ്പോൾ ഫലം തരാത്ത അട്ടി വെട്ടിക്കളയാൻ നമുക്ക് ഒരു മനസ്ഥിതി ഉണ്ടാകണം. അത് പലവർക്കും നമുക്ക് വളരെ പ്രയാസമാണ്. നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുന്നു, നമ്മുടെ ഒരു പെറ്റ് പ്രോജക്റ്റ് നമ്മളങ്ങോട്ട് തുടങ്ങുന്നു. ആ കാര്യം നഷ്ടമാണോ അല്ലയോ എന്ന് നമുക്ക് വിലയിരുത്താൻ നമുക്ക് മനസ്സിലില്ല. അത് നഷ്ടമാണെങ്കിലും ആ നഷ്ടമായിരിക്കുന്ന സംഗതിയെ ലാഭമാക്കാൻ വേണ്ടി കായ്ക്കാത്ത അത്തിക്ക് നമ്മൾ വളം കൂടിയിടും. കായ്ക്കാത്ത അത്തിക്ക് ചുറ്റും എയർ കണ്ടീഷണർ പണിതും. അതിന് ഭയങ്കര ചൂടാണ് ഈ അത്തിക്ക്, അതുകൊണ്ട് നമ്മൾ എയർ കണ്ടീഷണർ പണിതും, അതിന് ബാക്കി കാര്യങ്ങൾ വെച്ച് കൊടുക്കും. ഈ അത്തിയെ സമർത്ഥമാക്കാൻ വേണ്ടി നമ്മൾ വളരെ വലിയ പ്രയത്നം നമ്മളതിന് വേണ്ടി ചിലവാക്കും. പക്ഷേ it's a management concept also, the fallacy of the sunk cost. When you spend too much money in a thing, you don't realize that your cost is wasted. You must realize where your money is disappearing and cut that losses. അപ്പോൾ അത് പല രീതിയിൽ സംഭവിക്കാം. കാരണം പുഷ്പഗിരി എന്ന് പറഞ്ഞ ആശുപത്രിക്ക് ഉദാഹരണത്തിന് നമുക്ക് 600 ബെഡ് മെഡിക്കൽ കോളേജിൻ്റെ
മെഡിക്കൽ കോളേജിൻ്റെ നിയമപരമായിട്ട് ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ വി വെൻ്റ് ആൻഡ് ക്രിയേറ്റഡ് 1200 ബെഡ്സ്. 55 ICU ബെഡേ ആവശ്യമുള്ളൂ. വി ക്രിയേറ്റഡ് 150 ICU ബെഡ്സ്. 10 വെന്റിലേറ്ററേ ആവശ്യമുള്ളൂ. വി ക്രിയേറ്റഡ് 35 വെന്റിലേറ്റേഴ്സ്. ഞാൻ പറഞ്ഞു അപ്പോൾ ഈ എന്നെ നമ്മൾ വലുതാകണം, ഏറ്റവും ശ്രേഷ്ഠമാകണം എന്നുള്ള നമ്മുടെ ചിന്തയുടെ ഫലമായിട്ട് നമ്മൾ ധാരാളം റിസോഴ്സസ് കയറി നമ്മൾ ഉണ്ടാക്കും. ഈ റിസോഴ്സസ് എല്ലാം വെൽ യൂട്ടിലൈസ്ഡ് ആണോ, ഈ റിസോഴ്സസിൻ്റെ എല്ലാം യൂസ് നമ്മൾ എടുക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനുവേണ്ടിയുള്ള വ്യവസ്ഥകളും കാണത്തില്ല. ഇത് അറിഞ്ഞ് മനസ്സിലാക്കാൻ എത്രമാത്രം ഓരോ സംഗതികൾ ഉപയോഗിച്ചു, ഓരോ സാധനവും എത്രമാത്രം ഉപയോഗിച്ചു എന്ന് നമുക്ക് അറിയാനും സാധിക്കുകയില്ല. അപ്പോൾ അതാണ് ഒരു മൂന്നാമത്തെ കാര്യം. അത് യു മസ്റ്റ് കട്ട് ദ ഫിഗ് ട്രീ. ഫലം തരാത്ത അത്തിവൃക്ഷങ്ങളെല്ലാം കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ സ്ഥാപനം വളരുകയുള്ളൂ. അല്ലെങ്കിൽ ഫലം തരാത്ത അത്തിവൃക്ഷങ്ങൾ ഫലം തരുന്നതിനെല്ലാം കൂടി നശിപ്പിക്കും. അതിൻ്റെ അടിയിൽ വേറൊന്നിനും വളരാൻ അത് സമ്മതിക്കുകയില്ല. അപ്പോൾ അത് നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. യു മസ്റ്റ് മോണിറ്റർ. If you are engaged in 100 activities, you must monitor each activity and find out which is making loss, which is making profit. You must put an end to those unprofitable activities. Then there is അതായത് നമ്മൾ പലപ്പോഴും പലരും വന്ന് പല പ്രോജക്റ്റും പറയും. ചിലർ വന്ന് ഒരു പ്രോജക്റ്റ് പറയും, 1 കോടി രൂപ മുടക്കിയാൽ 25 ലക്ഷം ആണ്. ഈ സാധനം ഈ മെഷീൻ വാങ്ങിച്ച് വെക്കുക, ഈ പ്രോജക്റ്റ് തുടങ്ങുക. 1 കോടി മുടക്കിയ അച്ചോ 25 ലക്ഷം രൂപ ഉറപ്പാണ്. ഇത് സത്യമാണ്. 1 കോടി രൂപ മുടക്കിയാൽ 25 ലക്ഷം കിട്ടും. Now, what you must know is that depending upon the source of funding of this 1 crore, this 25 lakh can be either a profit or a loss. ഇത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു സംഗതിയാണ്. നിങ്ങളുടെ സോഴ്സ് ഓഫ് ഫണ്ടിങ് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഈ 1 കോടി എങ്ങനെ കിട്ടുന്നു? അതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ 25 കോടി ലാഭമാണോ അല്ലയോ എന്നുള്ളത്. ഈ 1 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് യുവർ ഓൺ മണി വിച്ച് യു ഡോണ്ട് ബോറോ, ഈ പറയുന്നത് ശരിയാണ്. 25 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭമാണ്. കയ്യിൽ അച്ഛൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്. അത് ചിലവാക്കിയാൽ അച്ഛന് 25 ലക്ഷം രൂപ ലാഭം ഉറപ്പാണ്. പക്ഷേ now suppose you go to a bank and take a 10-year loan. 10 കൊല്ലത്തെ ലോൺ എടുത്തു. 1 കോടിയുടെ ലോൺ എടുത്തു. വാട്ട് ഹാപ്പൻ? 10% പലിശയുള്ളൂ. അന്യായ പലിശയൊന്നുമില്ല. 10% പലിശയ്ക്ക്. അപ്പോൾ 1 കൊല്ലം 10 ലക്ഷം രൂപ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കണം. 10% ഇൻട്രസ്റ്റ് ആകുമ്പോൾ 10 ലക്ഷം ഇൻട്രസ്റ്റ് വേണം. ആദ്യത്തെ കൊല്ലം തന്നെ 20 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. 25-20 പോയിട്ട് അച്ഛൻ്റെ ലാഭം എത്രയായിട്ട് ചുരുങ്ങി? 5 ലക്ഷം ലാഭമായിട്ട് ചുരുങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ വരികയോ വെള്ളപ്പൊക്കം വരിഞ്ഞതാ ഈ 5 ലക്ഷവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ വരികയോ വെള്ളപ്പൊക്കം വരികയോ ഇലക്ട്രിസിറ്റി ബിൽ ഉണ്ടെങ്കിൽ ഈ 5 ലക്ഷം പോക്ക്. ശരി, ഇനി വേറൊരു രസം. ഇത് വളരെ ലഘുവാണ്. ഇത് സഹിക്കാവുന്ന സംഗതിയാണ്. ഇനിയും നോക്കുക. ഈ 1 കോടി രൂപ 10% പകരം 9%. ഇതിൽ പലരും വീഴും. ഈ 10% പലിശ വേണ്ട, 9% തരാച്ചോ. പക്ഷെ അച്ഛൻ ഇത് 5 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കണം. 5 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കുകയും 9% പലിശയേ ഉള്ളൂ. എന്താ സ്ഥിതി ഇപ്പം? 9% പലിശ 9 ലക്ഷം, തിരിച്ചടയ്ക്കേണ്ടത് 20 ലക്ഷം രൂപ. 5 കൊല്ലം കൊണ്ട് തിരിച്ചടയ്ക്കണം 20 ലക്ഷം. അപ്പോൾ ആദ്യത്തെ കൊല്ലം എത്ര തിരിച്ചടയ്ക്കണം? 29 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. അച്ഛന് കിട്ടാൻ പോകുന്ന വരുമാനം എത്ര? 25. നഷ്ടമാവും. ഈ വെക്കുന്ന 1 കോടി രൂപയുടെ സാധനം കൊണ്ട് അച്ഛൻ്റെ ലാഭമല്ല ഉണ്ടാകുന്നത്. അച്ഛനുണ്ടാകാൻ പോകുന്നത് 4 ലക്ഷം രൂപയുടെ ക്യാഷ് ഫ്ലോ ആണ്. So your cash flow becomes affected because of the excessive investment that you have made through a loan at convenient means of at highly inconvenient terms of repayment. അപ്പോൾ നമ്മളൊരു സാധനത്തിന് വേണ്ടി നമ്മൾ ലോൺ എടുക്കുമ്പോൾ
അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയോ ദീർഘമായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ പൊതുവേ അച്ഛന്മാരുടെ ഒരു വിചാരമുണ്ട്, ഈ ലോണൊക്കെ അങ്ങ് വേഗം ഞാൻ ഈ സ്ഥാപനത്തിന് പോകുന്നതിന് മുമ്പ് ഈ ലോണൊക്കെ ഒന്ന് അടച്ച്, അതാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ലോണൊക്കെ ഒന്ന് അടച്ച് തീർത്തങ്ങ് പോയാൽ നമുക്കൊരു സമാധാനമുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും വി ജമ്പ് ഇൻ ടു ഷോർട്ട് ടേം ലോൺസ്, we jump into highly negative cash flow situations because we do not analyze proposals like study. Now, then also, this ഇങ്ങനെ എത്ര വേണേൽ ഞാൻ പറയാം, 100 കാര്യങ്ങൾ പറയുന്നില്ല. ഒന്ന്, അടുത്ത ഒരു പ്രധാന കാര്യം, we must subject every process. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ every process must be subjected to a work flow study. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ഞങ്ങൾ പുഷ്പഗിരി വലിയ ആശുപത്രി ആയതുകൊണ്ട് ധാരാളം ആശുപത്രി, 5 ഫാർമസിയാണ് അവിടെ ഉള്ളത്. സാധാരണ ഒരു ആശുപത്രിയിൽ ഒരു ഫാർമസിയെ കാണത്തുള്ളൂ. പുഷ്പഗിരിയിൽ 5 ഫാർമസി, ഏതാണ്ട് 1000-ഓളം പേര് OP വരും. അപ്പോൾ പല ആശുപത്രി, ഞാൻ പറഞ്ഞില്ല വലിയ ആശുപത്രിയാണ്, 1200 ബെഡുള്ള ആശുപത്രി ആയതുകൊണ്ട് ഒരു ആശുപത്രിയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്ത് പോകണമെങ്കിൽ ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പം 900 meters I have to walk to go from one end to the hospital to the other. 5 പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നാൽ 4 കിലോമീറ്റർ ആവും. അപ്പോൾ അങ്ങനെ ഉള്ള ആശുപത്രിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, രോഗികൾക്ക് അസൗകര്യം ഒഴിക്കാൻ വേണ്ടി നമ്മൾ 5 ഫാർമസി വെച്ചു. 5 ഫാർമസി വെച്ചപ്പോൾ പറഞ്ഞു, അയ്യോ പിന്നെയും ഡിമാൻഡാണ് കൂടുതൽ. എന്താ, അവിടെ നമുക്ക് വരുമാനം കൂടാൻ വേണ്ടി അവിടെ വേറൊരു ഫാർമസിയും കൂടെ വെക്കാം, 6ാമതൊരു ഫാർമസി ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ വരുമാനം കൂടും. വാട്ട് ഐ ഫൗണ്ട് വാസ് ദാറ്റ് വരുമാനം വാസ് നോട്ട് ഇൻക്രീസിങ്, ബട്ട് ദ നമ്പർ ഓഫ് ഫാർമസി ആൻഡ് ഫാർമസി സ്റ്റാഫ് വാസ് ഇൻക്രീസിങ്. Then I went and sat down in the pharmacy and found out what is happening. എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഫാർമസിയിൽ ആദ്യം മരുന്ന് വാങ്ങിക്കാനുള്ള ആൾ ആദ്യം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് അവിടെ വരും. അപ്പോൾ ഒരു കൗണ്ടറിൽ വന്ന് ആ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ഈ മരുന്നെല്ലാം ഉണ്ടോ, വാങ്ങിക്കാൻ പറ്റുന്നതാണോ, വില നല്ലതാണോ എന്ന് ഒരു കൗൺസിലിംഗ് നടത്തും. ഒരു കൗണ്ടറിൽ അടുത്ത കൗണ്ടറിൽ പോയിട്ട് ഈ പൈസ അയാൾ അടയ്ക്കും, അടച്ച റെസീറ്റ് വാങ്ങിക്കും. 3ാമത്തെ കൗണ്ടറിൽ പോയിട്ട് അയാൾ മരുന്ന് കളക്ട് ചെയ്യും. അപ്പം ഒരു മനുഷ്യൻ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി 3 പ്രാവശ്യം നോക്കുക, 3 പ്രാവശ്യം ക്യൂ നിൽക്കണം. അപ്പോൾ എന്ത് പറ്റുന്നു, ദി എമൗണ്ട് ഓഫ് ടൈം പീപ്പിൾ സ്പെൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫാർമസി ഇൻക്രീസസ്. ആൻഡ് നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെ കാണാമായിരിക്കും, ഒരു 2 മണി ആകുമ്പോഴത്തേക്ക്, ഒരു ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. കാരണം എല്ലാവരും മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ കുറച്ച് പേര് എന്ത് ചെയ്യും, ഇവിടുന്ന് മരുന്ന് വാങ്ങിക്കുന്നത് വലിയ പ്രയാസം പറഞ്ഞ് അവൻ മരുന്ന് വാങ്ങിക്കാതെ വെളിയിലിറങ്ങി അപ്പോഴും ചെറുപുഷ്പവും മറ്റുകൊണ്ട് അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് അവൻ നടന്നു. അവിടെ പോയി കാശ് കൊടുത്ത ഉടനെ മരുന്ന് ഉടനെ കിട്ടും. സോ യു ഹാവ് ക്രിയേറ്റഡ് എ സിസ്റ്റം വിച്ച് പ്രിവെൻറ്റ്സ് പീപ്പിൾ ഫ്രം ആക്സസിങ് യുവർ സർവീസസ് വെരി ഫാസ്റ്റ്. ഇപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം അച്ഛന്മാരെല്ലാം കൂടെ ആലോചിച്ച് ഞങ്ങളുടെ കാര്യം എടുത്തു. ഒരാൾ കൗണ്ടറിൽ വന്നാൽ അവനെ ഫിനിഷ് ചെയ്തിട്ട് അവന് മരുന്ന് കൊടുത്തിട്ട് അടുത്ത ആളിനെ വിളിച്ചാൽ മതി. സോ ഹി നീഡ് ഓൺലി സ്റ്റാൻഡ് ഓൺലി വൺസ്. ആസ് എ റിസൾട്ട് ഐ ഹാവ് കട്ട് ഡൗൺ 5 ഫാർമസി എന്നുള്ളത് ഇപ്പോൾ 2 ആക്കി, 5 ഔട്ട്ലെറ്റ് ഫാർമസീസ് ഇപ്പോൾ 2 ആക്കി ചുരുക്കി. അവിടുത്തെ സ്റ്റാഫിൻ്റെ എണ്ണം പകുതിയായി. ഫാർമസിയുടെ സെയിൽസ് ഏതാണ്ട് 30% കൂടി. ഇതൊരു ആക്ച്വൽ എക്സാമ്പിളാണ്. സോ ദിസ് is the benefit if you come. Why the rush is there? You have to be smart enough to realize the rush is not because more people are buying medicine. It is only because you are making people to repeatedly stand in the queue. അതുവഴി നടന്നു പോകുകയാണെങ്കിൽ ഫാർമസി വലിയ തിരക്കാണെന്ന് തോന്നും. പക്ഷേ ഒരാൾ തന്നെ പല സ്ഥലത്ത് പോയി ക്യൂ നിൽക്കുന്നതുകൊണ്ടാണ് ഈ തിരക്കുണ്ടാകുന്നത് എന്നുള്ള സിമ്പിൾ സംഗതി അറിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കും. വേറൊരു ചെറിയ എക്സാമ്പിൾ, നേഴ്സുമാർക്ക് 3 ഷിഫ്റ്റ് വേണം. ഇപ്പം എങ്ങനെയാണ് 3 ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത്? രാത്രി ഷിഫ്റ്റ് 10 മണി മുതൽ രാവിലെ 10 മുതൽ 6 വരെ ഒരു ഷിഫ്റ്റ്, 6 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഒരു ഷിഫ്റ്റ്, 2 മുതൽ രാത്രി 10 വരെ വേറൊരു ഷിഫ്റ്റ്. ഇതിൻ്റെ പ്രശ്നം എന്താ? നമ്മൾ പലപ്പോഴും അവിടെ ഏതാണ്ട് 600ഓളം നേഴ്സുമാരുണ്ട്. പലപ്പോഴും 200-ലധികം നേഴ്സുമാർ, ജോലിയില്ലാത്ത നേഴ്സുമാരെ നമ്മളവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കാരണം എന്താ? ഇവൻ രാത്രി ഉച്ച കഴിഞ്ഞ് ഇറങ്ങുന്ന ഷിഫ്റ്റ് 10 മണിക്കാണ് അവസാനിക്കുന്നത്. ഈ 10 മണിക്ക് ഈ നേഴ്സ് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ അവളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഭർത്താവ് വരണം, അല്ലെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ താമസിക്കണം. 10 മണിക്ക് അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇതേ പ്രശ്നം. രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് 100-400 നേഴ്സുമാർ അവിടെ ഇങ്ങനെ
ഇറങ്ങുന്ന സിറ്റുവേഷൻ. അപ്പോൾ അത് വലിയ ബാധ്യതയാണ്. The space is a big liability. In almost all Christian institutions, we always create extra space. ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ടാക്കും. അപ്പോൾ ഈ സ്പേസ് എല്ലാം കോസ്റ്റ് മണി. അപ്പോൾ 200ഓളം ഇപ്പോഴും അവിടെ 200ഓളം നേഴ്സുമാർക്ക് താമസിക്കാനുള്ള സ്ഥലം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, which is a big waste. Now what we did was a very simple thing. One shift was made 7 p.m. to 7 a.m. Next shift was made 7 a.m. to 1 p.m. Next shift was made to 1 p.m. to 7 p.m. ഇപ്പോൾ അവിടെ ആർക്കും അത് ജോലി കഴിഞ്ഞാൽ ഉടനെ തന്നെ the nurses go off. എന്ന് മാത്രമല്ല, അടുത്ത ടേണിന് കൂടുതൽ നേഴ്സുമാരെ ആവശ്യമുണ്ടെങ്കിൽ റെഡിലി അവൈലബിൾ ആണ്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. നമുക്ക് കൂടുതൽ എക്സ്ട്രാ ശമ്പളം കൊടുത്തിട്ടാണെങ്കിൽ അടുത്ത ഷിഫ്റ്റിനാളിനെ നേഴ്സിനെ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയ ഉടനെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. ദ മദർ ഈസ് ബാക്ക് ഇൻ ദ ഹൗസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് വരുന്ന ആൾ, രാവിലെ വരുന്ന ആൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഷീ ഈസ് ബാക്ക് ഫോർ ലഞ്ച്. ലഞ്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയുന്ന നേഴ്സ് ഷീ ഈസ് ബാക്ക് അറ്റ് ഹെയർ ഹൗസ് ഫോർ ഡിന്നർ. അപ്പോൾ അങ്ങനെ ഒരു വളരെ ലഘുവായിട്ടുള്ള, ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് 8 ഡ്യൂട്ടി, we just made it 12-6-6. And a big problem of high inconvenience എല്ലാം അങ്ങ് സോൾവ് ആണ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ great satisfaction of the staff without offending any law. ഇതിന് നിയമപരമായ ഒരു തടസ്സമോ ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് എ സിമ്പിൾ തിങ്, എ വർക്ക് ഫ്ലോ സ്റ്റഡി. അതുപോലെ ബില്ലിങ്ങിൻ്റെ ഡിലേയുടെ കാര്യത്തിലാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും പല കാര്യങ്ങളിൽ because we studied the workflow, we were able to introduce changes that helped the institution both in the ambience, general happiness as well as financially. കാരണം ഇതുമൂലം ഉണ്ടാകുന്ന ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് വളരെ കൂടുതലാണ്. സമയം 10 മിനിറ്റ് എടുക്കാം. ഓക്കെ. Then we went in for, because it is a large institution, earlier the practice was that one person used to control every expenditure, every single expenditure. അതാണ് ഫേമസ് ആണ്. ഞാൻ അറിയാതെ ഇവിടെ നമ്മൾ അച്ഛന്മാർ പറയുന്ന ഒരു വാചകമാണ്, എന്താ, ഞാൻ അറിയാതെ ഇവിടെ ഒരു കുഞ്ഞും അനങ്ങാൻ പാടില്ല. ഇവിടെ എന്ത് ചെയ്താലും ഞാൻ അറിയണം. ഞാൻ അറിയാതെ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ നിന്നെയൊക്കെ ഞാൻ ശരിയാകും. ഇതൊരു നമ്മുടെ ഒരു വലിയൊരു ഇഫക്റ്റീവ് മാനേജ്മെൻ്റ് ഒരു ഇത് ചെറുതാണെങ്കിൽ ശരിയാണ്. ഇഫ് യു ആർ റണ്ണിങ് എ കിൻഡർ ഗാർഡൻ സ്കൂൾ, വെരി ഗുഡ്, ഇത് വളരെ നല്ലതാണ്. പക്ഷേ ഇഫ് യു ആർ റണ്ണിങ് എ ലാർജ് നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദിസ് ഇസ് ദ വേർസ്റ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് യു ക്യാൻ ഗിവ്, ബിക്കോസ് ഇറ്റ് ടോട്ടലി ഡിസ്ട്രോയ്സ് റെസ്പോൺസിബിലിറ്റി ബൈ യുവർ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്സ്. അപ്പോൾ അത് നമ്മളൊന്ന് പഠിച്ചതിന് ശേഷം നമ്മളത് പരിപൂർണമായിട്ട് മാറ്റി. We turned every institution and every department into a possible activity center. And each activity center was given a definite budget and a definite expense. And that person was free to spend money on his own or her own accord, just informing the CEO. CEO അറിയിക്കാതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ സിഇഒയുടെ അനുവാദത്തോടെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സിഇഒ അച്ഛനെ അറിയിക്കണം, പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുവാദം വേണ്ട. പക്ഷേ അദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് വേണ്ട എന്ന് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് മാത്രമേ നീ നിൻ്റെ ലാബിലേക്ക് ഒരു പിപ്പറ്റ് വാങ്ങിക്കാവൂ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ വലിയ പ്രശ്നമാവും. നീ ചോക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിന് അനുവാദം ഉണ്ടെങ്കിലേ ചോക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ആ ഡെലിഗേഷൻ അണ്ടർ ദി ബഡ്ജറ്റ്. ആൻഡ് നൗ ഐ എം ഹാപ്പി ടു റിപ്പോർട്ട് ദാറ്റ് എക്സെപ്റ്റ് ഫോർ 3 units, all the other units are become profitable. Just by this, the operation theatre, which was at a huge loss, now it is now at a huge profit, even with lesser number of surgeries. So if you make persons responsible, accountable, auditable and functionally independent, അതിൻ്റെ ബെനിഫിറ്റ്സ് ആർ വെരി ലാർജ്. പലപ്പോഴും നമ്മുടെ ഈഗോയ്ക്ക് ഇച്ചിരി ക്ഷീണമായിരിക്കും. എടാ, അവൻ എന്നോട് ചോദിക്കാതെ ഇത് ചെയ്തല്ലോ, ഞാൻ അറിയാതെ ഇവിടെ ഒരു നല്ല കാര്യം നടക്കരുത് എന്ന് നമ്മളാരും ചിന്തിക്കരുത്. ഞാൻ അറിയാതെ എപ്പോൾ ധാരാളം നല്ല കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നോ അപ്പോഴാണ് നമ്മുടെ സ്ഥാപനം മഹത്വവൽക്കരിക്കപ്പെടുന്നത്. നമ്മുടെ സ്ഥാപനം വലുതാകുന്നതും മഹത്വവൽക്കരിക്കപ്പെടുന്നതും നാം അറിയാതെ തന്നെ അവിടെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴാണ്. പലപ്പോഴും നമുക്ക് അതിനുള്ള ഹൃദയവിശാലത പലപ്പോഴും നമുക്ക് കാണത്തില്ല. എടാ, ഞാൻ അറിയാതെ ഇവിടെ ഒരു നല്ല കാര്യം നടന്നോ,
എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും. അത് പാടില്ല. കാരണം നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ പലപ്പോഴും പറയാനുള്ളത് പോലെ നന്മ ചെയ്യുവാൻ നമുക്ക് യാതൊരു അധികാരവും ആവശ്യമില്ല. ചീത്ത കാര്യം ചെയ്യാനാണ് അധികാരം. എപ്പോഴാണ് വേണ്ടത്? ചീത്ത കാര്യം ചെയ്യണമെങ്കിൽ അധികാരം വേണം. നല്ല കാര്യം ചെയ്യാൻ ഒരു അധികാരവും ഒരിടത്തും ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിലായിരിക്കണം ആ ഒരു ഡിസ്കവറി. ദാറ്റ് വാസ് എ വെരി യൂസ്ഫുൾ സിറ്റുവേഷൻ. പിന്നീട് നമ്മൾ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു കുഴപ്പം, നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് സ്റ്റൈലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. വിത്ത് ദ റിസൾട്ട് ദാറ്റ് വി ഡു നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റിക്കറിങ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ ഒരു മൂലധന ചെലവ് ഏതാണ്, നമ്മുടെ ആവർത്തന ചെലവുള്ള ഓപ്പറേഷണൽ ചെലവ് എന്താണ് എന്നുള്ളൊരു ഡിഫറൻറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എൻ്റെ അറിവിൽ ഒരിടത്തും ഒരു സ്ഥാപനത്തിലും നിലവിലില്ല. ഇത് വളരെ ഡേഞ്ചറസ് ആണ്. മൂലധന ചെലവും ആവർത്തന ചെലവും അല്ലെങ്കിൽ ഓപ്പറേഷണൽ ചെലവും നമ്മൾ വേർതിരിച്ച് കണക്കെഴുതി സൂക്ഷിക്കാതെ നമുക്ക് സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്ഥിതി ഉറപ്പാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും വലിയ സ്ഥാപനമാകുമ്പോൾ എല്ലാം നമ്മുടെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ല. അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കെട്ടിടം പണിയാൻ വേണ്ടി ലോൺ എടുക്കും. ലോൺ എടുത്തതിന് ശേഷം അന്ന് ശമ്പളം കൊടുക്കാൻ പൈസ കാണത്തില്ല. എന്നാൽ പിന്നെ ആ ലോണിൽ നിന്ന് എടുത്ത് നമ്മൾ അന്നത്തെ ശമ്പളം കൊടുക്കും. അന്നേരമായിരിക്കും അവിടെ ഇൻസ്പെക്ഷൻ നടക്കുന്നത്. ഇൻസ്പെക്ഷന് വേണ്ടി കുറച്ച് ചാർട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മളത് ആദ്യം ചെയ്യും. ഇങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ടും ആവർത്തന ചെലവുകളും തമ്മിൽ അങ്ങോട്ട് മിക്സ്ഡപ്പ് ആക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഏതെങ്കിലും സമയത്ത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാപ്രളയമോ ഒരു സാമ്പത്തിക ദുസ്ഥിതിയോ ഉണ്ടായാൽ ആകെ കൂട്ടിക്കൊഴയും. യു വിൽ നോട്ട് ബി ഏബിൾ ടു റിക്കവർ. യു വിൽ ലൂസ് ക്രെഡിബിലിറ്റി വിത്ത് ദ ബാങ്ക് വിൽ സിറ്റ് ഓൺ യുവർ ഷോൾഡേഴ്സ്. ഇങ്ങനെ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും മൂലധന ചെലവ് ഏത്, റിക്കറിങ് എക്സ്പെൻസ് ഏത് എന്ന് തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ തന്നെ അക്കൗണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, അവസാനമായിട്ട് ഞാൻ പറയുന്നത്, അതെ, നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ സ്ഥാപനങ്ങൾ ഞാനവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇതൊക്കെ മായ്ച്ചാൽ നിങ്ങളെന്താ വായിക്കുന്നത്? അത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ യു മസ്റ്റ് കീപ് ദി ഐ ഔട്ട് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് വളരെ വളരെ പ്രധാനമാണ്. കാരണം ഒരു സ്ഥാപനം വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർത്തിയതായിരിക്കാം, നിങ്ങളുടെ മുഖമുദ്രയും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ പോയാലും ആ സ്ഥാപനം ഉണ്ടാകണം. അതാണ് നിങ്ങളുടെ ദ ടെസ്റ്റ് ഓഫ് വെദർ യു ആർ എ ഗുഡ് ലീഡർ, ദ ടെസ്റ്റ് ഓഫ് വെദർ യു ആർ എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗുഡ് ബിൽഡർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് വെദർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവൈവ്സ് ആഫ്റ്റർ യു ആർ ഡെഡ് ആൻഡ് ഗോൺ, ആഫ്റ്റർ യു ഹാവ് ട്രാൻസ്ഫർ ഫ്രം ദറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വെദർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവൈവ്സ് യു ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്. അല്ലെങ്കിൽ അടുത്ത ആൾ വരുമ്പോൾ ഇത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഇല്ലാതാകും. നമ്മുടെ പല സ്ഥാപനങ്ങൾക്കും പറ്റുന്നത് ഈ സക്സസർ സിൻഡ്രോമാണ്. ഗവൺമെൻറ്റിൽ പ്രത്യേകിച്ചും ഒരു ചീഫ് സെക്രട്ടറി ഒരു കാര്യം തുടങ്ങും, അടുത്ത ചീഫ് സെക്രട്ടറി വരുമ്പോൾ അതെല്ലാം ഇല്ലാതാകും. പലപ്പോഴും ഇത് ഞാൻ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, ഞാനാണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും വി വിൽ കീപ്പ് ഓൺ സ്ട്രെസ്സിങ് ദി ഐ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓർക്കണം, ഇത് ഞാൻ ചെയ്തതാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് എന്താ? ഇത് നിൻ്റേതല്ലെന്നാ. 1000 ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്, ഞാനിത് ചെയ്തു എന്ന് പറയുമ്പോൾ ബാക്കി 999 പേരോട് നമ്മൾ പറഞ്ഞത് എന്താ? നീ ഇത് ചെയ്തില്ല, ഇത് നിൻ്റേതല്ല എന്നാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? നമ്മൾ അവിടെ നിന്ന് പോകുന്നു,
നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതോടുകൂടി ഇല്ലാതാകും. സോ ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡേഴ്സ്, യു മസ്റ്റ് ഡെവലപ്പ് systems. You must develop systems which will work in your absence. നിങ്ങളില്ലാതെ തന്നെ അത് നടക്കുകയാണെങ്കിൽ, നിങ്ങളോട് ചോദിക്കാതെ, നിങ്ങളോട് പറയാതെ ആ സിസ്റ്റം ഉണ്ടെങ്കിൽ അതങ്ങ് നടന്നോളും. ഞാൻ ആശുപത്രിയിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ ആ പള്ളിയിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ ആ സ്കൂളിലേക്ക് ചെന്നിട്ട് ഒരു കാര്യവുമില്ല, ഞാനില്ലെങ്കിലും അവിടെ കാര്യങ്ങൾ നടക്കും എന്ന് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും അതുപോലെ നടക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈഗോ അങ്ങനെയല്ല. നമ്മളവിടെ നിന്ന് നമ്മുടെ പേരിൽ അങ്ങോട്ട് തുല്യം ചാർത്തി നമ്മുടെ അവകാശമായിട്ട് നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും. സോ മൈ റിക്വസ്റ്റ് ഈസ് for the institution building, I is very important. Institutions can be built only by individual. കാരണം ഇൻഡിവിജ്വൽ എഫർട്ടും ഇൻഡിവിജ്വൽ സാക്രിഫൈസും ഇൻഡിവിജ്വൽ ദർശനവും ആ ദർശനത്തിൻ്റെ പുറകെയുള്ള ദ പെർസ്യൂട്ട് ഓഫ് എക്സലൻസ്, ഇവയെല്ലാം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിന് വളരെ പ്രധാനമാണ്. പക്ഷേ ആഫ്റ്റർ സം ടൈം യു മസ്റ്റ് ഡെവലപ്പ് സിസ്റ്റംസ്, ആൻഡ് സിസ്റ്റംസ് മസ്റ്റ് റീപ്ലേസ് ഐ. In the course of building the institution, you must also develop systems which will sustain the institution even if you are not there. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് the institutions അർത്ഥവത്താകുന്നത്. They will be able to outlive you and your energetic involvement. Thank you very much. I must thank Mr. Jacob Punnu sir for giving an excellent talk. എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ ഈ ഇരിക്കുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ലോൺ എടുത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാനുള്ള ആംബിയർ അല്ലെങ്കിൽ അതിനുള്ള ഒരു എനർജി ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല, ഉണ്ടോ ഇല്ലയോ? I think that is the spirit which has been given to you, that an institution building, it could be even the church. I think you have a feeling that church is something different from, church is an institution which everybody will have to accept. That is an institution. It's not different. Because it involves people. If you are bringing somebody, മാലാഖമാരെ കൊണ്ടുവന്നാൽ അത് ഡിഫറൻ്റ് ആണ്. Church is also an institution. Building an institution is important, whether it's church, it's a school, it's a hospital. This again, the same message സാർ ഇന്ന് തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, without capital, the empire is 1,000 crores. Over a period of 20 years, 20 years period. 0 to 1,000 crores. It's not a joke. It's a great deal which has happened. This is the message which each one of you will have to get it from this kind of courses. See, don't think that you get, ഇപ്പോൾ പള്ളി എങ്ങനെ നടത്തണം എന്നൊന്നും നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാം. Draw examples from what others are doing. That's what in management, ഞാനൊരു മാനേജ്മെൻറ്റ് വിദഗ്ധനൊന്നുമല്ല, എനിക്കിതിനെപ്പറ്റി ഒരു വിവരമില്ല. പക്ഷേ one thing which I'll tell you, case study, this is a case study. Right? Because we have one management here, the other management is there, who have studied MBA courses. 2 Achans are there who have studied MBA. So this is a case study. How do you build an institution? So this is really what is required. Don't get confused. Church, building a church, not the building the structure. That community is an institution building. I think you can have interactions during the course of tea probably. Sir, കുറച്ച് സമയം കൂടെ കാണുമല്ലോ. ഉണ്ട്. He is willing to spend some more time with you to clarify your doubts. So സാറിന് പ്രത്യേക നന്ദി. Saim ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു for accepting our institution. I think you are all benefited by this. Thank you very much.